ശ്രീ ഷാജഹാൻ, ഇത് 7,35,00,000. നമുക്കറിയാം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എത്ര രൂപ ചെലവായി, എങ്ങനെയൊക്കെ ചെലവായി, ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ സർക്കാരിൻ്റെ കയ്യിൽ ഉത്തരമില്ല എന്നിരിക്കെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എത്ര പേർക്ക് ഇതിന് പ്രയോജനം ലഭിച്ചു എന്ന കാര്യത്തിൽ പോലും വലിയ സംശയങ്ങൾ നിലനിൽക്കെ അതിനേക്കാളൊക്കെ ഉപരി കേരളം ഈ വലിയ ദുരന്തം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ 7,35,00,000 നവകേരള സദസ്സിന്റെ ക്ഷണക്കത്ത് അച്ചടിക്കുന്നതിനായി മാറ്റിവെച്ചിരിക്കുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇതിനകത്ത് രണ്ട് വിഷയങ്ങളാണുള്ളത്. ഒന്ന്, ഒരു സർക്കാർ ഒരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിക്കുള്ള ക്ഷണക്കത്ത് അടിക്കാൻ വേണ്ടി 7 കോടി രൂപ മുടക്കുന്നവനെ അവനെയൊക്കെ മുക്കാലിൽ കെട്ടിയിട്ട് അടിക്കുകയാണ് വേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഒരു പരിപാടിയുടെ ക്ഷണക്കത്തിന് 7 കോടി രൂപ, ഈ 7 കോടി രൂപ എന്ന് പറയുമ്പം ഈ പിണറായി വിജയന്റെ മറ്റേ കുടുംബത്തറവാട്ട് പിണറായി തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നല്ലോ ഈ 7 കോടി രൂപ. ഈ 7 കോടി രൂപയും മനുഷ്യന് ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നീതി കൊടുക്കുന്ന പണമല്ലേ ഈ 7 കോടി രൂപ. അപ്പം ഒരു പരിപാടി നടത്തുമ്പോൾ അതിന് ക്ഷണക്കത്തിന് തന്നെ ഇത്രയും ചെലവഴിച്ചു എന്ന് പറയുന്നവന്മാരെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്തത്ര അതിഭീകരമായിട്ടുള്ള ഒരു ദുരന്തം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ടവൻ അയാളുടെ മകളുടെ കൈയാണ് ആ പട കിട്ടിയത്, മോതിര വിരലാണ് ആ പട കിട്ടിയത്. അത് കണ്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. മനുഷ്യ മനസാക്ഷി ഇത്രയേറെ ഞെട്ടിത്തരിച്ച ഒരു സംഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അവിടുന്ന് മൃതശരീരങ്ങൾ കണ്ടെടുക്കുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ ജനങ്ങൾ എന്ത് ചിന്തിക്കും എന്ന് തോന്നണമെങ്കിൽ തലയ്ക്കകത്ത് ഏറ്റവും മിനിമം ആയിട്ടുള്ള കുറച്ച് കോമൺ സെൻസ് എങ്കിലും തലയ്ക്കകത്തുണ്ടാവണം. പക്ഷെ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. കാരണം വെച്ചാൽ അത്രയ്ക്കൊരു പൊട്ടനാണ് അയാൾക്ക് പിന്നെ കഴിഞ്ഞ ദിവസം ജി ശക്തിധരൻ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ ചോദിച്ചതുപോലെ ഈ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ എന്ന വരികൾ ഇവിടെ അന്വർത്ഥമാവുകയാണ് എന്നാണ് ജി ശക്തിധരൻ പരസ്യമായി പറഞ്ഞത്. മനസ്സിലായില്ലേ? ഏറ്റവും വലിയൊരു വിവരദോഷിയാണ് ഇയാളെന്നും ഇയാൾ കേരളത്തിന്റെ ശാപമാണെന്നുമാണ് ശക്തിധരൻ പറഞ്ഞത്. അത് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുതിയ ഒരു സംഭവമാണ് ഇതുള്ളത്. ഇത്രയും പേര് ഇവിടെ മരിക്കുന്ന സമയത്ത് ക്ഷണക്കത്തടിക്കുന്നതിന് 7 കോടി രൂപ കൊടുത്താൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് എന്തുമാത്രം എതിരെ അഭിപ്രായവും വിമർശനവും പ്രതിഷേധവും ഉണ്ടാകുമെന്ന് സാധാരണ തലയ്ക്കകത്ത് വെളിവുള്ള സാധാരണ സമനില തെറ്റാത്ത ഏതൊരു സാധാരണക്കാരനും അത് തോന്നും. പക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത് തോന്നില്ല. കാരണം സമനില തെറ്റിയ ഒരു ഏകാധിപതിയായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് അയാളിൽ നിന്ന് ഇതുപോലൊരു സംഭവം ഉണ്ടാകുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ ഒരു കാലഘട്ടത്തിൽ അവസരത്തിൽ ഇതുണ്ടാവില്ലായിരുന്നു, അല്ലെ വി.എസ്. അച്യുതാനന്ദനായിരുന്നെങ്കിൽ ഇതുണ്ടാവില്ലായിരുന്നു. അപ്പൊ ഇയാളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്നതിൽ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാൻ. ഷാജഹാൻ, ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചപ്പോഴാണ് എനിക്ക് ഈ നവകേരള സദസ്സിന് എന്ത് ഗുണമുണ്ടായി, ഇപ്പൊ ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടി പോലുള്ളതൊക്കെ നമ്മുടെ മുന്നിലേക്ക് നിൽക്കുകയാണ്. അത് പോട്ടെ, ഈ നവകേരള സദസ്സ് കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം ഉണ്ടായി എന്നുകൂടി ഒരു കണക്കെടുക്കുകയാണെങ്കിലാണ് നമുക്ക് ഇത് എത്രത്തോളം ഇത് വെറും വേസ്റ്റ് ആണ് ഈ തുക എന്നുകൂടി നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത്. എന്ന് മാത്രമല്ല, താങ്കൾ ഇടയ്ക്ക് സൂചിപ്പിച്ചു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ അടികിട്ടി നിൽക്കുകയാണ്. ഇനി നേരിടാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലെങ്കിലും തിരിച്ചു വരണം അല്പമെങ്കിലും എന്ന ഒരു ചിന്ത ഇവർക്കില്ലേ? അല്ല, ഞാൻ പറഞ്ഞ അവർക്ക് അങ്ങനത്തെ ചിന്തകളൊന്നുമല്ല. അവർക്ക് ഈ അധികാരത്തിലിരിക്കുന്ന സമയത്തിനകത്ത് എന്തൊക്കെ കട്ടെടുത്ത് വാരി എത്ര കോടികൾ വാരിക്കൊണ്ടു പോകാം എന്ന് മാത്രമാണ് അവർക്ക് ചിന്തയുള്ളത്. ഇപ്പൊ ഈ വയനാട് ദുരന്തത്തിന്റെ കാര്യം തന്നെ നമ്മൾ എടുക്കൂ. ഈ വയനാട് ദുരന്തം ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിണറായി സർക്കാരിന്റെ ഏറ്റവും തലതിരിഞ്ഞ നയങ്ങളാണ്. വലിയ തോതിലുള്ള അതിതീവ്രമായിട്ടുള്ള മഴ ഇവിടെ ഉണ്ടായി. പക്ഷെ ആ മഴ ഇവിടെ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രത്യാഘാതം 1,00,000 ഇരട്ടി വർദ്ധിക്കാൻ കാരണം ഈ സർക്കാരിന്റെ വിവേചനരഹിതമായിട്ടുള്ള ടൂറിസം വളർത്തുന്ന നയങ്ങൾ, വിവേചനരഹിതമായിട്ടുള്ള പാറമട ഉണ്ടാക്കുന്ന നയങ്ങൾ, വിവേചനരഹിതമായിട്ടുള്ള റോഡുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന നയങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ അതിതീവ്ര മഴ ഉണ്ടായപ്പോഴത്തേക്കും ഇത്രയും ആളുകൾ അവിടെ മരിച്ചത്. അപ്പം ഫലത്തിൽ നേരിട്ടല്ലെങ്കിൽ പോലും ഈ ദുരിതം ഇത്രയും വലിയൊരു മഹാദുരന്തമാക്കി മാറ്റിയതിൽ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സർക്കാരാണ്. ആ ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്ത് ക്ഷണക്കത്തടിക്കുകയാണ്. ആലോചിച്ച് നോക്ക്, എന്താണ് ഈ ക്ഷണക്കത്ത് എന്ന് പറയുന്നത്?
ഇത് കടലാസിലടിക്കുന്ന സാധനമല്ലേ? ഇത് വല്ല സ്വർണം കൊണ്ട് വല്ല ഉണ്ടാക്കുന്ന സാധനമാണോ? ഒന്നുമല്ലല്ലോ. ഇത് വെള്ളക്കടലാസിലടിക്കുന്ന സാധനമല്ലേ? അതിന് 7 കോടി രൂപ ഇത് പറഞ്ഞത് ശരിയാണെങ്കിൽ ഇതുപോലൊരു മഹാദുരന്തം ഉണ്ടാകുന്ന അവസരത്തിൽ അത് കൊടുക്കുന്നവനെ അവനെ ചാണകം മുക്കിയ ചാട്ടവാറുകൊണ്ട് ചാണകം മുക്കിയ ചൂലുകൊണ്ടടിക്കുകയാണ് ഈ ഭരണാധികാരികളെ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലത്തെ ഇവിടെ പ്രതിപക്ഷവും BJPയും ഇതുപോലുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ ഒരനക്കവുമില്ല. രാഷ്ട്രീയ സംവിധാനം, പൊളിറ്റിക്കൽ സിസ്റ്റം മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പറഞ്ഞിട്ട് എന്ത് കാര്യം?